ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട സീരിയൽ ഇഷ്ടമാത്രം അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ആകാശാണെങ്കിൽ നമ്മുടെ സുമിയുടെ അമ്മാവനെ നല്ല രീതിയിൽ തന്നെ പെരുമാറി അവിടെ നിന്ന് വിടുന്നുണ്ട്. അമ്മാവൻ നേരെ പോണത് സുജിയുടെ അടുത്തേക്കാണ്. സുജി വക്കീലിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. അത് കേട്ട് വക്കീലാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അമ്മാവൻ പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല മോളെ, എന്റെ സുമിതനെ അവൻ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ സുജിക്ക് ആകെ വല്ലാത്തൊരു വിഷമം തോന്നുക കേട്ടോ. സുജി അതിനുശേഷം അവിടെ നേരെ മഹേഷിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മഹേഷിനോട് ഈ സംഭവങ്ങളൊക്കെ പറയാണ്. ഈ സുമിതനെ കൊന്നത് ഈ ആകാശാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മഹേഷിന് പോലും ഒരു കാര്യം മനസ്സിലാവണത്. ഈ സുമിതനെ കാണാതായ ആ ഒരു ദിവസം ആദ്യം വന്നിട്ട് ആകാശു ആ ഒരു പുഴയിലേക്ക് ഒരു സാധനം വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു ദിവസം ഒന്ന് തന്നെയാണ്. മഹേഷ് സുജിയുടെ അടുത്ത് പറയുന്നുണ്ട്, വക്കീലെ എനിക്കൊരു സംശയം. എന്താ? അല്ല, അന്ന് സുമീനെ കാണാനില്ലെന്ന് പറഞ്ഞ ആ ഒരു ദിവസം ഇല്ലേ, ആ ദിവസം തന്നെയാണ് ആകാശ് ആ ഒരു പുഴയുടെ അരികിലേക്ക് പോയിരിക്കണത്. ഇനി സുമീനെങ്ങാനും ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുജി പറയുന്നുണ്ട്, സംശയിക്കേണ്ടിയിരിക്കുന്നു. ആകാശായതുകൊണ്ട് അതല്ല, അതിനപ്പുറവും ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തെളിയിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആകാശിനെ പൂട്ടാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആതിര കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യ പ്രതി, ആതിരയുടെ പീഡന കേസിലെ ആദ്യ പ്രതി ആകാശാണ്. ഇതും കൂടി ആകുമ്പോഴേക്കും ആകാശ് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിൽ അവനെ മാക്സിമം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് ശരിയാണ്. പിന്നെ ഈ കേസ് കോടതിയിലേക്ക് പോവാണെങ്കിൽ സുജി വക്കീലിനെ സഹായിക്കേണ്ടി വരും എന്ന് മഹേഷ് പറയുമ്പോൾ, ഞാൻ സഹായിക്കാം, തീർച്ചയായിട്ടും സഹായിക്കാം. കാരണം ആ അമ്മാവന്റെ വിഷമം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. പാവങ്ങൾ, ഒന്നുമില്ലാത്തവരാണ് മഹേഷ് എന്ന് സുജി പറയാണ്. മഹേഷ് പറയണ്ട്, അവരെ ഞാൻ വേണ്ട രീതിയിൽ സഹായിച്ചോളാം സുജി എന്ന് പറയാണ്. പക്ഷേ അതിന് എനിക്ക് സുജിയുടെ സഹായം വേണം. ആ അമ്മാവനോട് പറയണം, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാനായിട്ട്. പോലീസുകാരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എല്ലാം ആകാശിന്റെ ആൾക്കാരാണ്. എങ്കിൽ പോലും ഒരു പരാതി കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിന് പുറത്ത് കേസ് എടുക്കാലോ. അത് ശരിയാ എന്ന് സുജിയും പറയാണ്. അത് പ്രകാരം നമ്മുടെ സുജി അമ്മാവനോട് പറയണ്ട്, ഒരു പരാതി എഴുതി തരണം, അതിനുശേഷം ഞാൻ തന്നെ കേസ് എടുത്തോളാം. കേസിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ തന്നെ മഹേഷ് സാർ മുടക്കിക്കോളും എന്ന് സുജി പറയുന്നുണ്ട്. അപ്പൊ അമ്മാവൻ പറയുന്നുണ്ട്, അത് ഏതായാലും നന്നായി. ആ ആകാശ് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല, എന്റെ കുഞ്ഞിനെ കൊന്നവൻ അവൻ എന്ന് പറയാട്ടോ. അപ്പൊ മഹേഷ് അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശിനെ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ആകാശാണെങ്കിൽ പാർക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആദ്യം ചിപ്പിയും കൂടി പാർക്കിൽ കളിച്ചോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വേഗം തന്നെ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആദ്യയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ, നിന്റെയൊക്കെ ജീവിതം മാറി മറിയാൻ പോവാണ്. നീ ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യത്തിലൂടെ നിന്റെ ജീവിതം സഞ്ചരിക്കാൻ പോവാണ്. അതിന് അങ്കിളിന് എന്താണ്? എന്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും ആയാലും അങ്കിളിന് എന്താണ്? എടാ, ഞാൻ പറഞ്ഞത് നീ നോട്ട് ചെയ്തോ. മഹേഷിന്റെ മൂന്നാമത്തെ കുഞ്ഞും ഇഷിതയുടെ ആദ്യ കുഞ്ഞും ജനിക്കാൻ ഇനിയിപ്പോ അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ നോക്കിക്കോ, നീയും നിന്റെ അനിയത്തിയായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ വേണ്ടി പോണത്. നീയും നിന്റെ അനിയത്തിയും ഓടി വരോടാ നിങ്ങളുടെ മമ്മിയുടെ അടുത്ത് തന്നെ. ഓ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളത് ആലോചിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആകാശ് അവിടെ നിന്ന് പോകുവാട്ടോ. ചിപ്പി വീട്ടിലെത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മഹേഷിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ കളിക്കാൻ പാർക്കിൽ പോയപ്പോഴേക്കും ആകാശ് വന്നതും, എന്നിട്ട് കുഞ്ഞ് ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതം മാറി മറിയോന്നും, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ആദ്യേട്ടനും മമ്മിയുടെ അടുത്തേക്ക് പോകുമെന്നും എന്നൊക്കെയാണ് ആകാശ് പറഞ്ഞത്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞത്, അവന്റെ കാര്യത്തിൽ മോളും മോനും ഒരു വിധത്തിലും ടെൻഷനും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ജയിലിൽ പോയി കിടക്കേണ്ടവനാ വെല്ലുവിളിക്കണത്. അവനുള്ള പണി പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ കേസ് വരുവാണ്. ആകാശിന്റെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരുവാണ്. ആ ലെറ്റർ വായിച്ചു നോക്കണത് നമ്മുടെ രചന തന്നെയാണ് കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല, സുമിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആകാശിന് കോടതിയിൽ കേസ് ഉണ്ട്, വരണമെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എഴുതിയിരിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും രചനക്ക് ഷോക്ക് ആവാണ്. സുമിയെ കാണാനില്ലെന്നോ? ആകാശല്ലേ പറഞ്ഞത് അവള് ഗൾഫിലേക്ക് എന്തോ പോയിന്ന്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ആകാശാണോന്ന്. ഇനി ആകാശ് സുമീനെങ്ങാനും എന്ന് ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ രചന കേട്ടോ. അതിനുശേഷം ആകാശ് വരുമ്പോഴേക്കും രചന വക്കീൽ നോട്ടീസ് കൊടുക്കാണ്. ഇതെന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ വായിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. ഓഹോ, ആ പന്നക്കളവൻ അപ്പൊ കേസ് കൊടുത്തല്ലേ? ഏത് കളവൻ?
ഓ സുമിയുടെ ഒരു അമ്മാവൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു, അവളെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ വിചാരം നമ്മളെന്തോ സുമീനെന്തോ ചെയ്തെന്നാണ്. അതിനെനിക്ക് കേസ് കൊടുത്തത്. അപ്പോ അമ്മാവനോട് പറയാൻ പാടില്ലെന്നോ അവള് ഗൾഫിലോ എവിടേക്കോ അവളുടെ കാമുകന്റെ കൂടെ പോയതാണെന്ന്. ഞാൻ പറഞ്ഞു ആ പരട്ടക്കിളവനെ മനസ്സിലാവണ്ടേ. എന്തായാലും കേസ് നടക്കട്ടെ, എനിക്കറിയാം എന്ത് ചെയ്യണോന്നുള്ളത് എന്ന് ആകാശ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ. രചനക്ക് ചെറിയ രീതിയിൽ സംശയമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. രചന നേരെ ആ അമ്മാവന്റെ അടുത്തേക്ക് പോവാണ്, സുമിയുടെ അമ്മാവന്റെ അടുത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ പേര് രചന എന്നാണ്, സുമിയുടെ ഫ്രണ്ടാണ്. സുമിതക്ക് എന്ത് പറ്റിയെന്നാണെന്ന് മോൾക്ക് അറിയായിരുന്നല്ലേ, എന്നിട്ട് മോൾ അവന്റെ കൂടെ നിന്നിട്ട് ചതിക്കായിരുന്നു എന്റെ കൊച്ചിനെ അല്ലേ. എന്തൊക്കെയാ അമ്മാവനീ പറയണത്? സുമിത എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. എന്നിട്ടാണോ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്? എന്ത് അനുഭവം ഉണ്ടായെന്ന അമ്മാവനീ പറയണത്? സുമിതക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ ഗൾഫിൽ എവിടെയോ ആണ്, അവൾക്ക് അവളുടെ കാമുകന്റെ കൂടെ അവിടെയാണ് അവള് എന്ന് പറയുമ്പോഴേക്കും ഇല്ല, അത് വെറുതെയാണ്. നിങ്ങളുടെ ആകാശ് ഉണ്ടല്ലോ, അയാൾ തന്നെ എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. ആകാശ് എന്ത് സത്യം പറഞ്ഞു എന്നാ അമ്മാവനീ പറയണത്? സുമിതേനെ അവൻ കൊന്നതാണെന്നുള്ള സത്യം. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. അമ്മാവൻ വെറുതെ നുണ പറയല്ലേ. ഞാൻ എന്തിനാ പെൺകൊച്ചെ നിന്നോട് നുണ പറയണത്? ഞാൻ നുണ പറയണമെന്നല്ല, അവന്റെ വായ കൊണ്ട് അവൻ എന്നോട് പറഞ്ഞതാണ്. എന്റെ മുഖത്ത് ഈ മുറിവൊക്കെ കണ്ടില്ലേ? അവൻ എന്നെ അന്വേഷിച്ചു വന്ന് എന്നെ ഉപദ്രവിച്ചതാണ് ഈ കാണുന്നത്. നോക്കിക്കോ, എന്റെ കുഞ്ഞിനെ കൊന്നതും കൊല്ലാൻ കൂട്ടി നിന്നവരെ ആരെ ഞാൻ വെറുതെ വിടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രചനക്കും ചെറിയ സംശയം തോന്നും കേട്ടോ. ഇനി ഈ അമ്മാവിന് ഇത്രയൊക്കെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലെന്തോ കാര്യമുണ്ട്. കാരണം ആൾക്ക് നല്ല പരിക്കുകളൊക്കെ ഉണ്ട്. ഇനി ആകാശ് തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നൊരു സംശയം രചനക്ക് തോന്നി തുടങ്ങാണ്. തിരിച്ച് വീട്ടിലെത്തിയ രചന അതിനെ ചൊല്ലി ആകാശിനോട് ചോദിക്കുമ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് ആകാശ് പറയണത്. ശേഷം രചനക്കും ചില സംശയങ്ങൾ തോന്നും കേട്ടോ, ആകാശാണ് എല്ലാത്തിനും കാരണമെന്ന്. അതേസമയം നമ്മുടെ ഇഷിതക്ക് പ്രസവ വേദന വരുവാണ്. ഇഷിത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇഷിത ഒരു കുഞ്ഞിന് ജന്മം നൽകുവാട്ടോ. പക്ഷെ ആകാശ് അവിടെയും കളിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതായത് നമ്മുടെ ആദി കാരണം ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കച്ച് എന്ന് പറഞ്ഞ് പരുത്തിയിട്ട് ആദി ഒരു മെന്റലി എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള ഒരു കൊച്ചാണെന്ന് വരുത്തിക്കാനാണ് ഈ ഒരു ആകാശിന്റെ പ്ലാൻ കേട്ടോ. അതായത് കോടതിയിൽ അതാണ് ആകാശ് പറഞ്ഞത്. പെട്ടെന്ന് ടെമ്പർ തെറ്റുന്ന ഒരു കൊച്ചാണ്, ഒരു ആൺകുട്ടിയാണ് ആദി. അവന് ടെമ്പർ തെറ്റിക്കഴിഞ്ഞാൽ, ടെൻഷൻ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊന്നും മടിക്കാത്ത ഒരാളാണെന്നൊക്കെ പറഞ്ഞില്ലേ. അതിന്റെ കാരണം ഇതാണ് കേട്ടോ. ആദിനെ ഇങ്ങനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കിയിരിക്കുന്നത് ആകാശ്. അപ്പോൾ ഇഷിതയുടെ കുഞ്ഞെന്തിനും സംഭവിച്ച ആദിയുടെ തലയിലേക്ക് ഇടാലോ. അതെ, അത് തന്നെയാണ് നമ്മുടെ ആകാശിന്റെ പ്ലാൻ. പക്ഷെ അതിന് മുമ്പേ ആകാശ് പിന്നെ പോലീസ് പൊക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ക്ലൈമാക്സ് സീരിയലുകളിൽ ആദ്യം തീരാൻ പോണത് ഇഷ്ടമാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതുവരെയായിട്ടും വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല. വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിവ്യൂ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.